അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഈ മാസത്തെ പ്രവാസി വായന 2025 മെയ് മാസം പ്രസിദ്ധീകരിച്ച പ്രവാസി വായനയുടെ പ്രധാനപ്പെട്ട ലേഖനങ്ങളും കാര്യങ്ങളൊക്കെ എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കാം. എല്ലാവരുടെയും മലപ്പുറം ഓരോ എഴുത്തും എൻ്റെ അനുഭൂതികൾ എന്ന വിഷയത്തിലുള്ള പുറംചട്ടയാണ് നൽകിയിട്ടുള്ളത്. ICFനെ കുറിച്ചുള്ള ഒരു ലേഖനമുണ്ട്. ചെറിയ പാരസ്പര്യത്തിൻ്റേതാണ് നമ്മുടെ പൈതൃകം എന്ന പേരിൽ ഒരു മുഖവുര ഉണ്ട്, ഉള്ളടക്കം കൊടുത്തിട്ടുണ്ട്. അതിന് ശേഷം വരുന്നത് അഭിമുഖമാണ്. PV ഷാജികുമാർ എന്ന എഴുത്തുകാരനുമായിട്ടുള്ള അഭിമുഖം. മരണവംശം എന്ന അദ്ദേഹത്തിൻ്റെ വളരെ പ്രധാനപ്പെട്ട എഴുത്ത്, നോവല്, അതേപോലെ ഷാജികുമാർ എഴുതിയ മറ്റു പ്രധാനപ്പെട്ട നോവലുകളെക്കുറിച്ചൊക്കെ ഇതിൽ പ്രതിപാദിക്കുന്നുണ്ട്. പ്രത്യേകിച്ചും മരണവംശം മലയാളത്തിൽ ഏറ്റവും കൂടുതൽ വായിക്കപ്പെട്ട നോവലുകളിൽ ഒന്നാണ് മരണവംശം എന്നുള്ളത്. അതേപോലെ 2013 അദ്ദേഹം എഴുതിയ വെള്ളരിപ്പാടം എന്ന ചെറുകഥ സമാഹരണത്തിന് കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ യുവ സാഹിത്യ പുരസ്കാരം ലഭിച്ചു. അദ്ദേഹവുമായിട്ടുള്ള വളരെ വിശദമായ ഒരു അഭിമുഖമാണുള്ളത്. ശേഷം വരുന്നത് KP രാമനുണ്ണി എഴുതിയ സാഹിത്യനഗരിയെ നിർമ്മിച്ച മലപ്പുറം ജില്ല. കോഴിക്കോടിന് സാഹിത്യനഗരി എന്ന് പറയുന്ന പദവി ലഭിക്കുമ്പോൾ അതിൽ മലപ്പുറം ജില്ലയുടെ കോൺട്രിബ്യൂഷൻസ് എന്തൊക്കെയാണ് എന്ന് വിവരിക്കുന്നു. നമ്മുടെ മുൻഗണന നാടിൻ്റെ സമാധാനം എന്ന PK ഫിറോസ്, അതേപോലെ എല്ലാവരുടെയും മലപ്പുറം എന്ന MV ഗോവിന്ദൻ മാസ്റ്ററുടെ ജാഗ്രത പാലിക്കാം, മനസ്സമാധാനത്തിനും അതുപോലെ ശാന്തിയോടും കൂടെ ജീവിക്കുന്നതിന് വേണ്ടി ജനങ്ങൾക്കിടയിൽ ഭിന്നിപ്പുണ്ടാക്കാതിരിക്കാനൊക്കെ വേണ്ടിയുള്ള ജാഗ്രത പാലിക്കണമെന്ന് നിസാർ സഖാഫി ജനറൽ സെക്രട്ടറി ICF പറയുന്ന കാര്യങ്ങൾ. ശേഷം വരുന്നത് രണ്ട് മലപ്പുറം മനസ്സുകൾ എന്ന രൂപത്തിൽ C ഹരിദാസ്, അദ്ദേഹത്തിൻ്റെ അമ്മ കുത്തുബിയത്ത് മൗലീദ് കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയുള്ള സപ്പോർട്ട് ചെയ്തതിനെ കുറിച്ചൊക്കെ വളരെ വിശദമായി പറയുന്നുണ്ട്. P സുരേന്ദ്രൻ സ്നേഹം പകുത്തു നൽകുന്ന നാട് എന്ന് മലപ്പുറത്തെ വിശേഷിപ്പിച്ചുകൊണ്ട് എഴുതുന്നു. ഇസുദ്ദീൻ കാമിൽ സഖാഫിയുമായിട്ടുള്ള ഒരു സംഭാഷണമാണ് പിന്നീടുള്ളത്. അദ്ദേഹത്തിൻ്റെ പഠനകാലത്ത് അദ്ദേഹം അനുഭവിച്ച ത്യാഗങ്ങൾ, നീണ്ട 25-30 വർഷമായി അദ്ദേഹം നടത്തിക്കൊണ്ടിരിക്കുന്ന സേവനങ്ങൾ, സാമൂഹ്യ പ്രവർത്തനങ്ങളെക്കുറിച്ചൊക്കെ വിശദമായ ഈ അനുഭവങ്ങൾ പങ്കുവെക്കുന്നുണ്ട്. ശേഷം വരുന്നത് യുക്തിവാദികളുടെ വിഭ്രാന്തികൾ എന്നത് വളരെ വായിച്ചിരിക്കേണ്ട നല്ലൊരു ലേഖനമാണ്. ജുനൈദ് നൂറാനി കണ്ണൂർ എഴുതിയ ദൈവനിഷേധത്തെക്കുറിച്ച് യുക്തിവാദികളുടെ ആശയപരമായ പൊള്ളത്തരങ്ങളൊക്കെ കൃത്യമായി തുറന്നു കാട്ടുന്ന ലേഖനമാണ്. ശേഷം വരുന്നത് ഇമാം ഷാഫിഈ മദ്ഹബിലെ വളരെ പ്രബലമായ പണ്ഡിതന്മാരിൽ ഒരാളായ ഇമാം റാഫിഈയെക്കുറിച്ചുള്ള വിവരണം ജുനൈദ് സഖാഫി ആലൂർ എഴുതിയതാണ്. ശേഷം വരുന്നത് കുടുംബസ്നേഹം, തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാതൃക, ജുനൈദ് ഖലീൽ നൂറാനി എഴുതിയ കുടുംബ ജീവിതവുമായി ബന്ധപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചില സംഭവങ്ങളാണ്. ഇസ്ലാമിലെ ആരോഗ്യ സംരക്ഷണ പാഠങ്ങൾ എന്നത് വിവരിക്കുന്നു. മൈദയുടെ അമിത ഉപയോഗം പ്രമേഹമുണ്ടാക്കുമോ? ഗോതമ്പിൽ നിന്നും മൈദ ഉണ്ടാക്കുന്ന ആ പ്രക്രിയ, അത് ഉപയോഗിക്കുന്ന ഒരു രാസപദാർത്ഥം അലോക്സൻ, അതിനെക്കുറിച്ച് വിവരിക്കുന്നു. അത് എങ്ങനെയാണ് പ്രമേഹം ഉണ്ടാക്കാൻ കാരണമാകുന്നത് എന്ന്. ഒരു 2 സൂഫി കഥകൾ നാജി എഴുതിയത് പറയുന്നുണ്ട്. സലാഹുദ്ദീൻ ബുഖാരി എഴുതിയ തിരിച്ചു പിടിക്കാനാകാത്ത സ്വത്ത് എന്നത് പ്രത്യേകമായും സമയത്തിൻ്റെ പ്രാധാന്യം വിവരിക്കുന്ന നല്ലൊരു ലേഖനമാണ്. വനിതാവേദിയിൽ സലാഹുദ്ദീൻ ബുഖാരി എഴുതിയിട്ടുള്ളത്, വായിച്ചിരിക്കേണ്ടതാണ്. അധ്യായങ്ങൾ പേരും പൊരുളും. സൂറത്തുൽ മാഇദയുടെ മഹത്വം വിവരിക്കുന്ന അബ്ദുൽ അസീസ് സഖാഫി മമ്പാട് എഴുതിയത്. ഫാത്തിമ ഹസുന ഒരു ഫലസ്തീൻ ജീവിതം റിപ്പോർട്ടാണ്. അമൃത കൃഷ്ണനാണ് എഴുതിയത്. 2 കവിതകളുണ്ട്. നിസാർ പുത്തമ്പള്ളി ഹുസൈൻ മൗന്താൽ എഴുതിയ. സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു അൻഹു ഒന്നാമൻ, അദ്ദേഹത്തിൻ്റെ പദ്യത്തിൻ്റെ ആവിഷ്കാരം 2 പേജുകളിലായിട്ട് നൽകിയിട്ടുണ്ട്. തൊയ്യിബ് മുസ്ലിയാർ ഉണങ്ങാത്ത മുറിവുകൾ എന്ന ഒരു അനുഭവം പഠനകാലത്ത് ദർസിലേക്ക് പോയപ്പോൾ ഉണ്ടായ, പ്രത്യേകിച്ച് ഉമ്മയെപ്പറ്റി പറയുന്ന നല്ല മനസ്സിന് കൊള്ളുന്ന ഒരു അനുഭവമാണ് ഇതിലുള്ളത്.
ശേഷം ഖുർആൻ സൃഷ്ടിവാദം, അതിൻ്റെ അടിവേര് ജൂദായിസത്തിൽ നിന്നാണ് എന്നൊക്കെ വിവരിക്കുന്ന ഒരു ലേഖനമാണ് എഴുതിയിരിക്കുന്നത് മർസൂഖ് മലബാരി. ഹദീസ് മുർഷിദ്, പിറന്ന നാളിൽ വിശുദ്ധി നേടാൻ എന്ന പേരിലുള്ള ഒരു ലേഖനമാണ്. വഖഫ് ബില്ലിനെ കുറിച്ചുള്ള ഒരു നിരീക്ഷണം മർഹം സി ഇരിങ്ങല്ലൂർ എഴുതിയതാണ്. അതിൽ പ്രധാനമായും സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് സഞ്ജീവ് ഖന്നയുടെ ചോദ്യങ്ങൾക്ക് മുന്നിൽ തന്നെ സർക്കാരിന് വേണ്ടി കോടതിയിൽ ഹാജരായ വക്കീലിൻ്റെ നിസ്സഹായത വെളിവാക്കുന്ന കാര്യങ്ങളൊക്കെ ഇതിൽ വിവരിക്കുന്നുണ്ട്. അബ്ദുൽ വാരിസ് മുഹമ്മദ് അൽ ഫത്താഹ് നൂറാനി എഴുതിയ സുന്നത്ത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്കുകളെയും പ്രവൃത്തികളെയും മൗനാനുവാദങ്ങളെയുമാണല്ലോ സുന്നത്ത് എന്ന് പറയുന്നത്. അതിൻ്റെ ഇക്കാലത്ത് അതിനെ ആളുകൾ സമീപിക്കുന്ന രീതിയൊക്കെ ഇതിൽ വിവരിക്കുന്നുണ്ട്. സാർവത്രിക ഗുണവിതരണമാണ് നസ്വിഹത്ത്, ആത്മീയമായ ഒരു ലേഖനം സീഫോത്ത് അബ്ദുറഹ്മാൻ ദാരിമി എഴുതിയത്. ശേഷം വരുമ്പോൾ ഇസ്ലാമിക് ആർട്സ് ബിനാലെ, ഇത് ഇസ്ലാമിക് ആർട്സ് ബിനാലെ എന്ന പേരിൽ 2 വർഷം മുമ്പ് ജിദ്ദ കിങ് അബ്ദുൽ അസീസ് ഇൻ്റർനാഷണൽ എയർപോർട്ടിലെ അതിവിശാലമായ വെസ്റ്റേൺ ഹജ്ജ് ടെർമിനൽ ആണ് ഇസ്ലാമിക് ആർട്സ് ബിനാലയുടെ ഇപ്രാവശ്യത്തെ വേദി 2 വർഷം മുമ്പാണ് ആരംഭിച്ചത്. അതിനെക്കുറിച്ചുള്ള ഒരു വിവരണമാണ്. ശേഷം വരുന്നത് കാലികമായ പവിത്ര മാസങ്ങൾ ഗുണഭോക്താക്കളാക്കുക, മാസത്തിൻ്റെ പ്രത്യേകതയും അതിൽ എത്രത്തോളം ആത്മീയമായി ഗുണഭോക്താക്കളാകണം എന്നതിനെക്കുറിച്ച് പറയുന്നു. മേഘ ആൻഡ് മാത്യു എഴുതിയ നമ്മുടെ എഴുത്തുകാരനായിരുന്ന MGS നാരായണനെ കുറിച്ചുള്ള ഒരു ചെറിയ വിവരണമാണ്. ശേഷം വരുന്നത് അൽ വാരിസ് ഷുഹൈബ് ബിൻ ഹുസൈൻ എഴുതിയ പഠനം ഖുർആൻ പറയുന്ന ജ്യോതിശാസ്ത്രം എന്താണ് എന്നത് വിവരിക്കുകയാണ്. പെഹൽഗാം ഉയർത്തുന്ന ചോദ്യങ്ങൾ, പെഹൽഗാമിലുണ്ടായ അക്രമങ്ങൾ 26 സാധാരണക്കാരുടെ ജീവൻ പോയി, അതുമായി ബന്ധപ്പെട്ട ഉത്തരം ലഭിക്കാത്ത ചോദ്യങ്ങളും സുരക്ഷാ പരാജയങ്ങൾ, ആക്രമണം നടത്താൻ തീരുമാനിച്ച സമയം, അതിൻ്റെ പ്രത്യാഘാതങ്ങൾ തുടങ്ങിയ കാര്യങ്ങൾ വിവരിക്കുന്നു. ഒരു വിവാഹത്തിൻ്റെ ഓർമ്മക്ക് അനുഭവം പങ്കുവെക്കുന്നു അഹമ്മദ് വാണിമേൽ. ഒരുപാട് നല്ല അനുഭവങ്ങൾ പങ്കുവെക്കുന്ന ഒരു മാഗസിനാണ് ഈ പ്രാവശ്യത്തേത്. പാചകം, ഇത് ബീലബൺ പുഡിംഗ് എങ്ങനെ ഉണ്ടാക്കാം എന്നതിൻ്റെ തയ്യാറാക്കേണ്ട വിധമൊക്കെ വിവരിക്കുന്നുണ്ട്. ഇംഗ്ലീഷിലുള്ള ഒരു നോവൽ, തുടർ നോവലാണ്. കിഡ്സ് കോർണർ ഉണ്ട്. പുതിയ ദിശാബോധവുമായി ICF പുതിയ നേതൃത്വം വന്നതിൻ്റെ വിവരങ്ങളാണ് കൊടുത്തിട്ടുള്ളത്. നേതൃത്വം ആരാണെന്നൊക്കെ വിശദമായി പേരുകൾ കൊടുത്തിട്ടുണ്ട്. അവസാനം ക്വിസോട് കൂടെ. ഈ മാസത്തെ പ്രവാസി വായന 68 പേജുള്ള വളരെ വിശദമായി നമ്മൾ വായിച്ചിരിക്കേണ്ട നല്ല നല്ല ലേഖനങ്ങളൊക്കെ പങ്കുവെക്കുന്ന വായനയാണ്. എല്ലാവരും വായിക്കണം. താങ്ക് യു. അസ്സലാമു അലൈക്കും.